ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ബ്രേക്ക്ഫാസ്റ്റ് പുതുതായി എൻ്റെ വീഡിയോസ് കണ്ടുപോകുന്ന ആൾക്കാർക്ക് മനസ്സിലൊരു ശങ്കയും ഇല്ലാതെ നിൽക്കാൻ വേണ്ടി ആവർത്തിച്ച് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ്, രാവിലത്തെ മോർണിംഗ് വെള്ളം, ലഞ്ച്, ഡിന്നർ ഇതൊക്കെ ഞാൻ കാണിച്ചു കൊണ്ടേയിരിക്കും. നിങ്ങളെ മൈൻഡിൽ ഇത് സെറ്റാവണം. പറഞ്ഞുകാണ്ട് ഞാൻ പോയാൽ ഒരിക്കലും അത് പ്രാക്ടിക്കലായി ചെയ്യില്ല. ഞാൻ പ്രാക്ടിക്കലായിട്ടാണ് എൻ്റെ വീഡിയോസ് മുഴുവനും കാണിച്ചു തരുന്നത്. ആദ്യം എന്താണ് ബ്രേക്ക്ഫാസ്റ്റിൽ കഴിക്കേണ്ടതെന്ന് കാണുക. ഇന്ന് എനിക്ക് കുറച്ച് നേരത്തെ പോകണം. ഈ വീഡിയോക്ക് ഒരു പ്രത്യേകത ഉണ്ട്. ഇന്ന് നേരത്തെ എനിക്ക് പോകണം. അതുകൊണ്ട് ഇപ്പോൾ ഞാൻ കുറച്ച് നേരത്തെയാണ് ആ ഉലുവൻ്റെ വെള്ളവും ഇതും കുടിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഇന്നൊരു വയറ്റിൽ സ്ഥലമല്ല. പക്ഷേ എനിക്ക് പോയി കഴിഞ്ഞാൽ രാവിലെ നാഷ്ട ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കേണ്ടതുണ്ട്. അപ്പം ഞാൻ ഉദ്ദേശിച്ച ബ്രേക്ക്ഫാസ്റ്റ് എനിക്ക് ഹോട്ടലിൽ നിന്ന് കിട്ടൂല. അപ്പോൾ എന്ത് ചെയ്യും? സ്വാഭാവികമായിട്ടും നമ്മൾ എന്ത് ചെയ്യും? ഹോട്ടലിൽ നിന്ന് കിട്ടുന്ന വെള്ളപ്പം, പുട്ട്, അരി എന്താ വെച്ചാൽ അത് കിട്ടിയാണ്ട് വയറ് നിറക്കാൻ വേണ്ടി ശ്രമിക്കും. അതോടുകൂടി നമ്മൾ ചെയ്ത് കൊണ്ടുവന്ന ആ ഭക്ഷണ രീതി അതിൽ മറ്റേത് കെയറിനോട് കൂടിയിട്ട് ആ ചെയ്തത് മുഴുവൻ വേസ്റ്റായി. ഇത് നിങ്ങൾ ശ്രദ്ധിക്കുക. അതുകൊണ്ട് എന്ത് ചെയ്യുക? നമ്മൾ രോഗിയാണ് എന്ന മനസ്സിൽ, രോഗത്തിന് ഞാൻ മരുന്ന് കുടിക്കുകയാണെന്ന മനസ്സിൽ അത് ധരിപ്പിക്കുക. നമ്മളെ മനസ്സിനെയും നമ്മളെയും അത് മനസ്സിലാക്കി കൊടുക്കുക. ഞാനൊരു രോഗിയാണ്, എൻ്റെ രോഗം വേണ്ടിയിട്ട് ഞാൻ ഭക്ഷണത്തിൻ്റെ മരുന്നാക്കിയിട്ടാണ് കഴിക്കുന്നത്. അതൊരു മാസം വരെ അതിൻ്റെ അടിയിൽ ഒന്നും കയറാൻ പാടില്ല എന്ന ഉറച്ച തീരുമാനത്തോടു കൂടി ചെയ്താൽ മാത്രമേ റിസൾട്ട് കിട്ടുകയുള്ളൂ. ഇല്ലേ റിസൾട്ട് കിട്ടൂല. അതിൻ്റെ ഉത്തരവാദി നിങ്ങൾ തന്നെ ആയിരിക്കും. അപ്പോൾ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കാണിക്കുകയാണ്. ഞാൻ ഈ ബ്രേക്ക്ഫാസ്റ്റ് മുഴുവനും ഇന്ന് എൻ്റെ ബട്ടർ കോഫി ഞാൻ ഇപ്പോൾ കുടിക്കും. ബട്ടർ കോഫി കുടിക്കും, കുറച്ച് നട്ട്സ് കഴിക്കും, എന്നിട്ട് ബട്ടർ കോഫി കുടിക്കും. അപ്പോൾ എനിക്ക് വിശക്കൂല. ബദാമിൻ്റെയും വാൾനട്ടിൻ്റെയും പ്രത്യേകത അത് ഞാൻ പറയുന്നുണ്ട്. ഇത് നല്ലൊരു പച്ചക്കറി, 3 മുട്ടയുടെ നല്ലൊരു പച്ചക്കറികൾ മിക്സ് ചെയ്തൊരു അപ്പം എന്ന് വേണമെങ്കിൽ പറയാം. എന്ന് പറഞ്ഞാൽ ഇത് ഓംലേറ്റാണ്. ഇതുപോലെ ഓംലേറ്റ് അടിച്ചു കഴിഞ്ഞാൽ വയറ് നിറച്ച് നമ്മൾ അപ്പം തിന്നത് പോലെ ഉണ്ടാവും. അതുകൊണ്ട് ഇങ്ങനെ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇതിൽ കുറച്ച് കുരുമുളകും ഒക്കെ ഇട്ടുകാണ്ട് ഇഞ്ചി, കുരുമുളക്, വെളുത്തുള്ളി ഇതൊക്കെ ഇതിൽ ആഡ് ചെയ്യുക. ലാസ്റ്റ് കുരുമുളകിൻ്റെ പൊടി ഇടുക. 1. രണ്ടാമത്തത് നട്ട്സ് എടുക്കുക. ഈ നട്ട്സിൽ ബദാം, വാൾനട്ട്. 3ാമത് 300 ml കോഫി, ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ കൊണ്ട് നല്ല തിളപ്പിച്ച ഒരു കോഫി. 300 കോഫിയിൽ 15 ഗ്രാം ബട്ടർ എടുക്കുക. ബട്ടർ ഇട്ടുകൊണ്ട് നല്ലോണം ഇളക്കി കഴിഞ്ഞാൽ ഇത് ഇതേപോലെ തന്നെ ആയിത്തീരും. ഇത് കുടിക്കുക. 3ാമത് ഇന്ന് ഞാൻ വേവിച്ച വെജിറ്റബിളാണ് ഇന്നുള്ളത്. വേവിച്ച വെജിറ്റബിൾ. ഇത് ഏതെല്ലാം രൂപത്തിൽ കഴിക്കുക എന്നുള്ളത് എൻ്റെ വീഡിയോസുകൾ നിങ്ങൾ കണ്ടാൽ കൃത്യമായി നിങ്ങൾക്ക് ഇത് മനസ്സിലാവും. സോറി, കയ്യിൽ നിന്ന് തെന്നിയതാണ്. എൻ്റെ വീഡിയോസ് ഓരോന്ന് കാണുക. ലഞ്ച് കാണുക, മോർണിംഗ് വെള്ളം കുടിക്കുന്നത് കാണുക, ബ്രേക്ക്ഫാസ്റ്റ് കാണുക, ഡിന്നർ കാണുക. ഇത് ഞാനിങ്ങനെ ആവർത്തിച്ച് ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് ഇങ്ങനെ പറയും. പക്ഷെ ഒരേ സാധനമായിരിക്കും. അതിൽ പ്രത്യേകിച്ച് മാറ്റം ഉണ്ടാവില്ല. എന്ത് കഴിക്കണം, എന്ത് കഴിക്കരുത് എന്ന വീഡിയോ വേറെ കാണുക. എന്ത് കഴിക്കണം എന്നുള്ള ടോപ്പിക്ക് ചെയ്യുന്ന വീഡിയോ അത് വേറെ കാണുക. അപ്പോൾ ഇപ്പോൾ ഞാൻ പറഞ്ഞു, ഇത് ബ്രേക്ക്ഫാസ്റ്റാണ്. ഇന്ന് ഈ ബ്രേക്ക്ഫാസ്റ്റ് മുഴുവനും ഞാൻ എന്ത് ചെയ്യും? ടിഫിനിലാക്കിയിട്ട് എൻ്റെ കൂടെ കൊണ്ടുപോകും. കാരണം എൻ്റെ സൗകര്യത്തിന് എനിക്ക് ഭക്ഷണം കിട്ടണം. അത് കിട്ടൂല പുറത്തുനിന്ന്. അപ്പം അത് കിട്ടും. എന്നാലേ ഇതൊരു ഉച്ചവരെ 2 മണി വരെ നിങ്ങൾക്കിത് വിശക്കൂല. അപ്പം എന്ത് ചെയ്യാൻ? നിങ്ങൾക്ക് ഇത് മതി. നിങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് എവിടെ വെച്ചിട്ട് കഴിച്ചാലും നിങ്ങൾക്ക് അത്രയും ഗ്യാപ്പ് കിട്ടും. പിന്നെ നിങ്ങൾക്ക് നല്ലോണം വിശക്കാണ്, വീട്ടിലേക്ക് എത്തിയിട്ടില്ല, വീട്ടിൽ നിന്ന് നിങ്ങൾ ഉണ്ടാക്കുന്ന സാധനം കിട്ടണില്ല എങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? കുറച്ച് ബദാമും കുറച്ച് വാൾനട്ടും നിങ്ങൾ കയ്യിൽ വെക്കുക. എന്നിട്ട് അവിടുന്ന് എവിടുന്നെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യുക? ആ ബദാമും വാൾനട്ടും കഴിച്ചതിന് ശേഷം നല്ലൊരു കോഫിയോ ചായ, മധുരമില്ലാത്ത കോഫിയോ ചായ എന്ത് വേണമെങ്കിലും കുടിക്കുക. ഇനി നിങ്ങൾക്ക് വേറൊരു സംഗതി കൂടി ചെയ്യാം. എന്ത്? നിങ്ങൾ യാത്ര പോവുകയാണ്, നിങ്ങൾക്ക് ഉറപ്പാണ് യാത്രയാണ്, നിങ്ങൾക്ക് ഇന്ന് വേറെ മട്ടൺ, ചിക്കൻ ഒന്നും നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയില്ല എങ്കിൽ ഇത് നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് എന്തായാലും കയ്യിൽ വെക്കുക. ഇനി കിട്ടിയിട്ടില്ല, മുട്ട പുഴുങ്ങിയത് കഴിക്കുക, ബുൾസൈ ഓംലെറ്റ് അടിച്ച് വാങ്ങിയാണ്ട് കഴിക്കുക. നട്ട്സ് കയ്യിൽ വെക്കുക. നിങ്ങളെ ബാഗിൽ എവിടെയെങ്കിലും നട്ട്സ് കയ്യിൽ സ്റ്റോക്ക് വെക്കുക. ആ നട്ട്സും പിന്നെ രാവിലെ നിങ്ങൾ ബട്ടർ കോഫി കുടിക്കുക. എന്നിട്ട് നിങ്ങൾ അതിനെ അഡ്ജസ്റ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഉച്ചക്കത്തെ മീനോ ഇറച്ചിയോ
ബീഫോ ഇതൊന്നും കിട്ടൂല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ രാവിലത്തെ ബട്ടർ കോഫിയിൽ 10 ഗ്രാം ഇടുക. 25 ഗ്രാം വരെ ഒരു ദിവസം ബട്ടർ കോഫി ഈ കുടിക്കാവുന്നതാണ്. ഏത് ബട്ടർ കോഫി. ആ ബട്ടർ കോഫിനെ നിങ്ങൾ 3ആയി ഡിവൈഡ് ചെയ്യുക. 3ആയി ഡിവൈഡ് ചെയ്തിട്ട് രാവിലെ ഏതെങ്കിലും നിങ്ങൾക്ക് ഇത് കിട്ടി ഉച്ചക്ക് കിട്ടാൻ സാധ്യതയില്ല എങ്കിൽ നിങ്ങൾക്ക് ഏത് കടയിൽ നിന്നും കിട്ടും. ഏത് കടയിൽ നിന്ന് ഇത് മേടിക്കാൻ കിട്ടും, ബട്ടർ കോഫി കിട്ടും. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ സ്വന്തം എങ്ങനെ മുന്നോട്ട് പോകണം നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. അത് ഞാനല്ല, ഞാൻ പറഞ്ഞു തന്നു മാത്രം. ഞാൻ ചെയ്യില്ല എന്താ വെച്ചാൽ ഇന്നിപ്പോൾ രാവിലെ പോവുകയാണ്, അതുകൊണ്ട് ഞാൻ ഈ സാധനം എല്ലാം എടുത്തുകൊണ്ട് ടിഫിനിലാക്കും. ഇപ്പോൾ കുറച്ച് നട്ട്സും ബദാമും കഴിച്ച് ബട്ടർ കോഫിയും കുടിച്ചിട്ട് ഞാൻ പോകും. എന്നിട്ടൊരു 8, 9, 10 മണി എനിക്ക് എങ്ങനെയാണ് സൗകര്യം കിട്ടുന്നത് ആ നേരത്തെ ഞാൻ ഈ മുട്ടയും ആംലേറ്റും കഴിക്കും, കുറച്ച് നട്ട്സും കഴിക്കും, കുറച്ച് സലാഡും കഴിക്കും. എന്നിട്ടൊരു കട്ടൻ കോപ്പിയോ കട്ടൻ ചായയോ ഇല്ലെങ്കിൽ പാലില്ല മധുരമില്ലാത്ത ലൈറ്റ് ചായയോ ഞാൻ കുടിക്കും. എനിക്കത് മതി. അത് നിങ്ങൾക്ക് അതേപോലെ തുടരാവുന്നതാണ്. അരിഭക്ഷണം, ഷുഗർ രോഗിയാണ് നമ്മൾ. ആ ഷുഗർ രോഗം മാറാൻ വേണ്ടിയിട്ട് ആ കൊലയാളിനെ അകറ്റാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ്. അതിന് നിങ്ങൾ പരിപൂർണ പിന്തുണ നിങ്ങൾക്ക് നിങ്ങളെ ഭക്ഷണത്തിൽ നിങ്ങൾ ചെയ്യുക. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ വീഡിയോ ഞാൻ ഇവിടെ നിർത്തുന്നു. എല്ലാവർക്കും സർവശക്തനായ ദൈവം അള്ളാഹു എല്ലാവിധ സമാധാനവും സന്തോഷവും നല്ലൊരു ജീവിതം നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ആവർത്തിച്ച ഓരോ വീഡിയോയിൽ ഞാൻ പറഞ്ഞത്, ലൈംഗികമായിട്ടുള്ള ബുദ്ധിമുട്ട് തീർച്ചയായിട്ടും നിങ്ങൾക്കിത് മാറിക്കിട്ടും. അതുണ്ടാകുന്നത് രക്തത്തിലെ ബ്ലോക്ക് കൊണ്ടാണ്. അത് ഞാൻ ചെറിയൊരു വീഡിയോ ചെയ്യുന്നുണ്ട് കൊളസ്ട്രോളിനെ കുറിച്ചിട്ട് സംസാരിക്കുമ്പോൾ. എൻ്റെ പരിമിതമായ അറിവ് വെച്ചിട്ട് ഞാൻ ഒരു വീഡിയോ ചെയ്യും. അത് നിങ്ങൾ കേൾക്കണം എന്ന് ഞാൻ വിനീതമായി പറയുന്നു. ഞാനൊരു എഞ്ചിനീയർ, ഒരു ഡോക്ടറോ വൈദ്യനോ അല്ല. അനുഭവത്തിലൂടെ പ്രയാസപ്പെട്ടുകൊണ്ട് മനസ്സിലാക്കിയ ഈ സത്യം വിളിച്ചു പറയാനും എൻ്റെ സഹോദരന്മാർക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം മാത്രമാണ്. നിങ്ങൾ കാണുക, കേൾക്കുക, മനസ്സിലാക്കുക, അനുഭവിക്കുക. എന്നിട്ട് മരുന്ന് ഒഴിവാക്കിക്കൊണ്ടാണ് ഈ ഭക്ഷണ രീതി തുടരേണ്ടത് ഞാൻ ആവർത്തിച്ച് പറയുന്നു. അത് ലംഘിക്കാതിരിക്കുക. കാരണം നിങ്ങൾ കുടിച്ചുകൊണ്ടിരിക്കുന്ന അഥവാ നിങ്ങൾ ഇൻസുലിൻ അടിച്ചിട്ടാണ് ഈ ഭക്ഷണം കഴിക്കുന്നത് നിങ്ങളുടെ സ്വഭാവത്തിനനുസരിച്ച് എങ്കിൽ ഷുഗർ പെട്ടെന്ന് താന്നു പോകും. അതിന് ഉത്തരവാദി നിങ്ങളായിരിക്കും. അപ്പോൾ ഷുഗറിനുള്ള മരുന്നും ഇഞ്ചക്ഷനും ഇന്ന് നിർത്തി നാളെ തുടങ്ങുന്ന ആളുകൾ, രാവിലെ മോർണിംഗിൻ്റെ ഞാൻ എഴുതിയിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്, ബ്രേക്ക്ഫാസ്റ്റ് പറഞ്ഞിട്ടുണ്ട്, ഉച്ചക്കത്തെ കാണിച്ചിട്ടുണ്ട്, രാത്രിക്കത്തെ കാണിച്ചിട്ടുണ്ട്. ഇതെല്ലാം സ്വീകരിക്കുക, ജീവിതത്തിനെ ആസ്വാദകരമാക്കുക. എക്സസൈസ് ഇതിൻ്റെ വേറൊരു ഭാഗമാണ്. അത് എന്തിന്, എങ്ങനെ, ഏതില്ല രൂപത്തിൽ എന്ന് വളരെ കൃത്യമായി വ്യക്തമായി നിങ്ങൾക്ക് കാണിച്ചു തരും. ഞാനിതൊക്കെ പൈസ കൊടുത്തിട്ട് സ്വീകരിച്ച വ്യക്തിയാണ്. എൻ്റെ കയ്യിലുള്ള പൈസയും സമയവും ഇത് ചെയ്തിട്ടാണ് ഞാൻ ഈ എക്സസൈസുകൾ സ്വീകരിച്ചത് എൻ്റെ അസുഖം മാറാൻ. അത് നിങ്ങൾക്ക് ഫ്രീ ആയിട്ടാണ് ഞാൻ തരുന്നത്. അതൊരു ധർമ്മം ഞാനാണ് ഉദ്ദേശിക്കുന്നത്. ഒരു ധർമ്മം, എൻ്റെ ഒരു ധർമ്മം. എനിക്ക് കിട്ടിയത് ഞാൻ എൻ്റെ സഹോദരന്മാർക്ക് എത്തിക്കുന്നു. ഇത്തരം വെറുതെ നിങ്ങൾക്ക് കിട്ടുമ്പോൾ നിങ്ങൾ അതിനെ ഏത് രൂപത്തിലാണ് കൈകാര്യം ചെയ്യുന്നത് നിങ്ങൾ തീരുമാനിക്കുക. ഇത്രയും പറഞ്ഞ് ഞാൻ നിർത്തുന്നു. മറ്റുള്ളവർക്ക് ഇത് ഷെയർ ചെയ്യാൻ നിങ്ങൾ മറന്നു പോകരുത്. ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, നല്ല കമൻറ്റുകൾ ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. എല്ലാവർക്കും നല്ലത് വരട്ടെ, നല്ലൊരു ജീവിതം മുന്നിൽ കാണണം. പിന്നെ നട്ട്സുകൾ നിങ്ങൾ ആവർത്തിച്ച് കഴിക്കണോണ്ട് യാതൊരു വിരോധമല്ല. ആവശ്യത്തിന് നട്ട്സ് നിങ്ങളെ കയ്യിൽ വെച്ചാൽ വിശപ്പ് അടങ്ങും, വിശക്കൂല. വായക്ക് തോന്നുമ്പോൾ തിന്നണം, തോന്നിക്കഴിഞ്ഞിട്ട് തിന്നരുത്. നിങ്ങൾക്ക് സ്വയം മനസ്സിലാവും നിങ്ങളെ വയറിന് ആവശ്യമില്ല എന്നില്ലേ. അനാവശ്യമായി ഇതിലേക്ക് കുത്തി കയറ്റരുത്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, നിർത്തുന്നു. താങ്ക് യു.